ഹലോ ഗായ്സ്, ഇന്ന് കുറേ ദിവസം മുന്നേ നമ്മൾ ഈ വണ്ടീൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മൾ കുന്നുപോലെ ഇങ്ങനെ ഓഫ് റോഡ് കയറും പോലെ. ആ വീഡിയോൻ്റെ ഇന്ന് ലോങ് ആണ് കാണിക്കാൻ പോണ ഈ വണ്ടീൻ്റെ. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്, 17 കിലോമീറ്റർ വരെ പോവും. നല്ല സ്പീഡാണ്, 17 സ്പീഡ് വരെ ഉണ്ട്. ഇത് ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ റിമോട്ട് ഓഫ് ആവും. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ കണ്ട ഇങ്ങനെ ബ്ലിങ്ക് നിർത്തും, അതിലും ബ്ലിങ്ക് നിർത്തും. ഇനി നമുക്ക് നോട്ടിച്ച് നോക്കാം. കണ്ട ഇത് തിരിക്കണത് ഇതിൽ എന്താ ഇത് കണ്ട് ഈ ഒരു റൗണ്ട്. അത് നമ്മൾ ഹെവി ട്രെയിൻസിലൊക്കെ വരുമ്പോൾ ഇത്രയും ദൂരത്ത് ട്രെയിൻസൊക്കെ എടുക്കുമ്പം നമ്മളിതിങ്ങനെ ഫുൾ ഒടിഞ്ഞ് അങ്ങ് വരില്ല. അപ്പം കണ്ട ഇങ്ങനെയൊക്കെ വന്ന് തട്ടും. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇത് നമ്മൾ ഫുള്ള് തിരിക്കണം. നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് വണ്ടി പോകണമെന്ന് പറഞ്ഞ് ആ സൈഡിലോട്ട് തിരിച്ചിട്ട് ആക്സിലേറ്റർ കുറച്ചായിട്ട് കൊടുക്കുമ്പോൾ വണ്ടി വളഞ്ഞു വരും. എന്നിട്ട് ഇത് നേരെ ആക്കണം. അപ്പം അത് പൊക്കോളും. ഇത് നമ്മുടെ സ്പീഡിൻ്റെ ലെവലാണ്. ഇതിപ്പോൾ കൂടിയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ കുറയ്ക്കാനും പറ്റും. ഇനി ഇവിടെ ലൈറ്റിൻ്റെ പല ഇതുണ്ട്. വണ്ടി ഒരു ലൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിലാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇത് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യണത്. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് ഓഫ്. ഈ കാണുന്നത് ഇതാണ്. ഇത് ലോ, ഇത് മഡിലൊക്കെ ഇത് യൂസ് ചെയ്യണത്. ഇത് ഹൈ സ്പീഡിൻ്റെ ഇതാണ്. ലോ സ്പീഡ് മറ്റേ നമ്മൾ ഓഫ് റോഡൊക്കെ കയറുമ്പോൾ ഇട്ടാണ്. ഇത് ഹൈ സ്പീഡ്. ഇത് ഓഫിൻ്റെയും ഓണിൻ്റെയും സ്വിച്ച്. ഇത് വണ്ടി തിരിക്കണ. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ റിവേഴ്സ് വരും. ഇത് താത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടും പോകും. ഇനി നമുക്ക് ഓട്ടിച്ച് നോക്കാം. ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിരുന്നു. ഇതിൽ ഞാൻ എൻ്റെ ഇടയിൽ ചെരുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇത് സ്റ്റെപ്പിൽ ഞാൻ ചെരുപ്പ് വെച്ചിട്ട് ഇവിടെ ബാറ്റും ഇവിടെ ചെരുപ്പ് എന്നിട്ട് ഞാനിങ്ങനെ മാറ്റിങ്ങനെ വയ്ക്കും. എന്നിട്ട് ഞാൻ ഈ വണ്ടി കയറ്റും. നമുക്ക് കൂളായിട്ട് കയറണേ. ഇപ്പോൾ ലോയിലാണ് വണ്ടി ഇട്ടേക്കണേ. നല്ല പവർ കയറ്റണം. ഇപ്പം നല്ല സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ വളഞ്ഞു വരുന്നത് കാണാം. ഇങ്ങനെ വരും. ഇത് ഇറങ്ങി വരുന്നത് ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ സ്വന്തം തന്നെ ഇറങ്ങി വരുന്നതാണ്. ഇത് ഇപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ വണ്ടി ഇപ്പോൾ ചാർജ് തീർന്നെങ്കിൽ നമുക്ക് ലെവൽ അറിയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഈ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇത് ഓൺ ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. സാധാരണ നമ്മൾ കൈ തട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സ്വിച്ച് നോക്കണം. അപ്പം അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ബാറ്ററി തീർന്നതാണ്. എന്നാൽ അപ്പം തന്നെ ബാറ്ററി ചാർജിന് ഇടരുത്. എന്ന് വെച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുമ്പോൾ തീ പിടിച്ചുണ്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ ബാറ്ററി ഒന്ന് തണുത്തിട്ട് വേണം ചാർജ് ഇടാൻ. അതിൽ 8 അവർ കഴിഞ്ഞിട്ട് വേണം ഇത് ചാർജിൽ നിന്ന് ഊരിയിട്ട് ഓട്ടിക്കാൻ വേണ്ടി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കേബിളും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിന്നുണ്ട്. ഇതൊരു മെറ്റീരിയൽ ഇതാണ്. ഇത് ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ കൂടെ ഒരു പിന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റീൽ പിന്നുണ്ട്. ഇത് കുത്തി വെച്ചിട്ട് നമുക്ക് ഓട്ടിക്കുമ്പോൾ അത് ലോക്കാവും. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച്. അകത്ത് ഒരു ലൈറ്റ് കാണാൻ പറ്റും അകത്ത്. ഈ ചുമന്ന സ്വിച്ചാണ് നമ്മുടെ വണ്ടിയിൽ ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം. ഇതാണ് വണ്ടീൻ്റെ മോട്ടർ. ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ഒരു നമ്മൾ റേസിംഗ് കാറിനൊക്കെ വയ്ക്കും പോലെ അങ്ങനത്തെ ഒരു ഇതാണ് ഷീൽഡ് പോലെ. ഇതിൻ്റെ ബാക്കിലൊരു ലൈറ്റും അങ്ങനെയൊന്നുമില്ല. ബാക്കിൽ ലൈറ്റ് ഉണ്ട്. ചെറിയൊരു പ്ലാസ്റ്റിക് ബമ്പർ പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതുണ്ട് സ്പ്രിങ്.
അതുകൊണ്ട് ഈ കുന്നിലും ലൈറ്റ് വണ്ടി ഇറങ്ങി വരും. ഇനി നമുക്ക് സാധാ ഇങ്ങനത്തെ നിരപ്പിലൂടെ ഓട്ടിച്ച് നോക്കാം. ഇപ്പം ഞാൻ ലോയിലാണ് ഇട്ടേക്കണേ. ഇപ്പോൾ ചാർജ് ചെയ്തല്ല ഉണ്ട്. ഞാൻ ലൈറ്റിൻ്റെ മോഡൊന്ന് മാറ്റിയതാണ്. ഇപ്പം നോർമലാണ്. ഉണ്ടോ? ഇനി നമ്മൾ ഇതിനടുത്ത വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ബൈ.